ഫർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിൻ്റെ അമെൻഡ്മെൻറ്റ്സ് സംബന്ധിച്ചുള്ള ക്ലാസ്സുകളാണ് ഇതുവരെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അമെൻഡ്മെൻറ്റ്സ് എന്തെല്ലാമാണ്, ഏതെല്ലാം റൂളുകളിലാണ് മാറ്റം വന്നിരിക്കുന്നത് നോക്കാം. നമുക്കറിയാം, സെക്ഷൻ 80 എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്, സ്ഥാപക വിഭാഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഒരു സഹകരണ സ്ഥാപനത്തിലെ അതിനുള്ള നിയമനം, സഹകരണ സ്ഥാപനത്തിലേക്കുള്ള നിയമനം, അതുപോലെ അവിടുത്തെ ജീവനക്കാരുടെ ലീവ് റൂൾസ്, പ്രൊബേഷൻ, പ്രൊമോഷൻ, അങ്ങനെയെല്ലാം ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്താണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതെല്ലാം റൂളുകളിലാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇൻ റൂൾ 182 ഇൻ ദ തേർഡ് പ്രൊവിഷോ ടു സബ് റൂൾ 1 the words and symbol district cooperative bank shall be omitted. അപ്പോൾ നേരത്തെ ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 80 എന്ന് പറയുന്ന ഭാഗം 182ാമത്തെ റൂളാണ്. ക്ലാസിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 80. സെക്ഷൻ 80 പ്രകാരമുള്ള തരംതിരിക്കൽ, ക്ലാസിഫിക്കേഷൻ, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം 182ാമത്തെ റൂളിൽ സബ് റൂൾ 1 മൂന്നാമത് പ്രൊവിഷോ provided also that the application for permission to reclassify the district cooperative bank, പിന്നെ PACS അങ്ങനെ പോവുക. അതിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് നിലവിലില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കണം ആ പ്രൊവിഷനകത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഫോർ ദ വേർഡ്സ് ₹2000 ആൻഡ് ₹500, the words ₹3,000 and ₹750 shall respectively substituted. അപ്പോൾ ഈ റൂൾ 182-ൽ സബ് റൂൾ 1-ൽ റൂൾ 182 സബ് റൂൾ 1 അതിനകത്ത് ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഫീസുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുക. ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചുള്ള ഫീസ് നിലവിൽ ഉള്ളതിനെക്കാട്ടിലും ഉയർത്തിയിട്ടുണ്ട്. അതൊരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രാഥമിക വായ്പാ സംഘമാണെങ്കിൽ 2000 രൂപയായിരുന്നു ക്ലാസിഫിക്കേഷൻ ഫീസ്. അത് മാറ്റി അത് വർദ്ധിപ്പിച്ച് 3000 രൂപയാക്കിയിട്ടുണ്ട്. 2000 എന്നുള്ളത് 3000 ആണ് ഇപ്പോഴും. അതുപോലെ തന്നെ മറ്റ് സംഘങ്ങൾ, PACS അല്ലാത്ത, പ്രാഥമിക വായ്പാ സംഘങ്ങളല്ലാത്ത അതർ സൊസൈറ്റീസ് ആണെങ്കിൽ 500 രൂപയായിരുന്നു നിലവിൽ, അത് 750 രൂപയായി വർദ്ധിപ്പിച്ചു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ച് PACS ആണെങ്കിൽ ഇപ്പോൾ 3000, മറ്റെല്ലാ സംഘങ്ങൾക്കും 750 രൂപ, അത് ഓർത്തിരിക്കുക. പിന്നെ 182(4)ലാണ് പിന്നെ വ്യത്യാസം. ഇൻ സബ് റൂൾ 4 ഓഫ് റൂൾ 182 for clause 1 and 2 the following clauses shall be respectively substituted. അപ്പോൾ അവിടെ 1ഉം 2ഉം ക്ലോസിന് പകരമായിട്ട് പുതുതായിട്ട് ചേർത്താണ്. 182(4) എന്ന് പറയുന്നത് ഈ CSEB വഴിയുള്ള നിയമനത്തെ പറ്റിയാണ്, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയുള്ള നിയമനത്തെ പറ്റിയാണ് 182 4ാമത്തെ സബ് റൂളിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് 1ഉം 2ഉം ക്ലോസിന് പകരമായിട്ട് പുതിയൊരു ക്ലോസ് വന്നിരിക്കുക. എന്താണ് ആ ക്ലോസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നു, ദ സൊസൈറ്റി ബോർഡ് കമ്മിങ് അണ്ടർ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ്, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ആസ് ദ കേസ് മേ ബി, ഷാൽ റിപ്പോർട്ട് ദ വേക്കൻസി വിതിൻ എ പീരീഡ് of 3 months from the date on which the vacancy arose to the Cooperative Service Examination Board, and the applications for appointment shall be invited by the Cooperative Service Examination Board by notification
in 2 vernacular dailies having wide circulation in the area. The notification shall include the details of number of vacancies, qualifications required for the post, age and reservation, if any, the mode of application, method of appointment, and other required details. The Cooperative Service Examination Board shall collect application fee along with the application at the rate fixed by the Registrar of Cooperative Societies from time to time. If more than one society is included in the notification, the candidate shall, along with the application, submit their priority list of societies for getting appointment in societies included in the notification. The Cooperative Service Examination Board shall process the applications and prepare the list of candidates to be called for the eligibility test. The arrangements for the eligibility test shall be made by the Cooperative Service Examination Board. Once the vacancy is reported by the societies to the Cooperative Service Examination Board, the societies shall not revoke such a report without the prior permission of the registrar. അത് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. CSEB വഴിയുള്ള നിയമനങ്ങൾ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്കും ബാധകമായിട്ടുള്ളതാണ് 182(4) എന്ന് പറയുന്നത്. അതിൽ 1-2 ക്ലോസുകൾ നിലവിലുള്ളത് മാറ്റിയിട്ട് പുതുതായിട്ട് ചേർത്ത് ഇരിക്കുകയാണ്. അതായത് ഇതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ചുരുക്കം ഇതാണ്: ഒഴിവുണ്ടായിട്ട് 3 മാസത്തിനകം എക്സാമിനേഷൻ ബോർഡിനെ ആ വിവരം സംഘം അറിയിക്കണം. വേക്കൻസി എത്രയുണ്ടെന്നുള്ള വിവരം 3 മാസത്തിന് അറിയിക്കണം. അങ്ങനെ എക്സാമിനേഷൻ ബോർഡ് അപേക്ഷകൾ സ്വീകരിച്ച് ആ പ്രദേശത്ത് പ്രചാരമുള്ള 2 പത്രങ്ങളിൽ പരസ്യം ചെയ്യും, നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ചെയ്യും. അപ്പോൾ അപേക്ഷകളൊക്കെ സ്വീകരിച്ച് യോഗ്യതാ പരീക്ഷ നടത്തണം, എലിജിബിലിറ്റി അതിന് വേണ്ടിയുള്ള ടെസ്റ്റ് നടത്തണം, റിട്ടൺ ടെസ്റ്റ് നടത്തണം. അത് എക്സാമിനേഷൻ ബോർഡിൻ്റെ ജോലിയാണ്. പിന്നെ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഒഴിവ് അസാധുവാകുന്നത് രജിസ്ട്രാറുടെ അനുമതിയോടെ മാത്രമേ പറ്റത്തുള്ളൂ. അത് റിവോക്ക് ചെയ്യണമെങ്കിൽ അത് അസാധുവാക്കണം എന്ന സംഘത്തിന് തോന്നുന്നതാണ് ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി. അപ്പോൾ അങ്ങനെയാണ് ഇത് രജിസ്ട്രാറിൻ്റെ സാങ്ഷൻ, അനുമതിയോട് കൂടി മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ സൊസൈറ്റി ബോർഡ് കമ്മിങ് അണ്ടർ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ്, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ആസ് ദ കേസ് മേ ബി, ഇങ്ങോട്ടുള്ള എല്ലാ നിയമനങ്ങളും എക്സാമിനേഷൻ ബോർഡ് വഴിയാണ്. ഷാൽ റിപ്പോർട്ട് ദ വേക്കൻസി വിതിൻ എ പീരീഡ് ഓഫ് 3 months from the date on which the vacancy arose to the cooperative cooperative service examination board. അപ്പോൾ ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് 3 മാസത്തിനകം എക്സാമിനേഷൻ ബോർഡ് വിജ്ഞാപനം പുറത്തിറക്കണം. 3 മാസത്തിനകം അത് അറിയിക്കണം, എക്സാമിനേഷൻ ബോർഡിനെ ഇവരെ അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. As the case may be, shall report the vacancy within a period of 3 months from date on which the vacancy arose to the Cooperative Service Examination Board. And the application for appointment shall be invited by the Cooperative Service Examination Board by notification in 2 vernacular dailies having wide circulation in the area. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള 2 ദിനപത്രങ്ങളിൽ ഈ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം എക്സാമിനേഷൻ ബോർഡ് കൊടുക്കണം. അതിനകത്ത് ഈ നോട്ടിഫിക്കേഷനകത്തുള്ള കാര്യങ്ങൾ പറയും. ദി നോട്ടിഫിക്കേഷൻ ഷാൽ ഇൻക്ലൂഡ് ദ ഡീറ്റെയിൽസ് ഓഫ് നമ്പർ ഓഫ് വേക്കൻസീസ്, എത്ര വേക്കൻസി ഉണ്ട്, ഓരോ സംഘത്തിലും എത്ര വേക്കൻസി ഉണ്ട്, ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്, മറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റ് അത്യാവശ്യ വിവരങ്ങളെല്ലാം തന്നെ കൊടുക്കണം. അതുപോലെ ക്വാളിഫിക്കേഷൻ കൂടാതെ തന്നെ ആ പോസ്റ്റിന് വേണ്ട, ഓരോ തസ്തികയ്ക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ പ്രായപരിധി, ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി, റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് സംവരണ വിഭാഗത്തിന് ആ പ്രത്യേകം സംവരണമാണെന്ന് കാണിച്ചിരിക്കണം. ഇതെല്ലാം ആയിട്ടാണ് വിജ്ഞാപനം കൊടുക്കുക. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് അതർ റിക്വയർഡ് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് നിയമനം നടത്തുക എന്നുള്ള വിവരങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. ദി CSEB ഷാൽ കളക്ട് ആപ്ലിക്കേഷൻ ഫീ അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ
at the rate fixed by the registrar of cooperative societies from time to time. രജിസ്ട്രാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന ഫീസ് ആപ്ലിക്കേഷനോടൊപ്പം വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങണം. ഇഫ് മോർ ദാൻ വൺ സൊസൈറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ, ആ നോട്ടിഫിക്കേഷനകത്ത് ഒന്നിൽ കൂടുതൽ സംഘങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഫീസ് കാൻഡിഡേറ്റ്സിൻ്റെ നിന്നും വാങ്ങണം. ദ കാൻഡിഡേറ്റ് ഷാൽ അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ദർ പ്രയോറിറ്റി ലിസ്റ്റ് ഫോർ ഗെറ്റിംഗ് അപ്പോയിൻമെൻറ്റ് ഇൻ സൊസൈറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ. അതുകൂടാതെ പുതുതായിട്ട് പറയുന്നതാണ്, ഈ ഫീസ് കൂടാതെ കാൻഡിഡേറ്റ്സിന് ഒന്നിൽ കൂടുതൽ സംഘങ്ങളിലോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രയോറിറ്റി അനുസരിച്ച് കാൻഡിഡേറ്റ്സ് പ്രയോറിറ്റി അനുസരിച്ച് ആ ലിസ്റ്റ് കൊടുക്കണം സംഘങ്ങളുടെ. If more than one society is included in the notification, the candidates shall, along with the application, submit their priority list of societies. സൊസൈറ്റികളുടെ പ്രയോറിറ്റി ലിസ്റ്റും കൂടെ കൊടുക്കണം. For getting appointment in societies included in the notification. The Cooperative Service Examination Board shall process the application and prepare the list of candidates to be called for the eligibility test. അത് കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ എല്ലാം എക്സാമിനേഷൻ ബോർഡ് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അനുസരിച്ച് അതിൽ എലിജിബിളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ റിട്ടൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, എക്സാമിനേഷൻ ബോർഡ് കണ്ടക്ട് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി കോൾഡ് ഫോർ എലിജിബിലിറ്റി ടെസ്റ്റ്. ദ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ എലിജിബിലിറ്റി ടെസ്റ്റ് ഷാൽ ബി മെയ്ഡ് ബൈ ദ CSEB ആണ് അതിനുള്ള ടെസ്റ്റ് നടത്തുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. വൺസ് ദ വേക്കൻസി റിപ്പോർട്ടഡ് ബൈ സൊസൈറ്റീസ് ടു ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, ദ സൊസൈറ്റി ഷാൽ നോട്ട് റിവോക്ക് സച്ച് റിപ്പോർട്ട് വിത്തൗട്ട് ദ പ്രയർ പെർമിഷൻ ഓഫ് ദ രജിസ്ട്രാർ. ഇനി ഒരു പ്രാവശ്യം ഈ നോട്ടിഫിക്കേഷൻ ഒരു പ്രാവശ്യം വേക്കൻസി റിപ്പോർട്ട് ചെയ്തു പോയെങ്കിൽ ആ സംഘം അത് തിരിച്ച് ആ ഒഴിവ് അസാധുവാക്കണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിയിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്താ പറയുക നോക്കാം. ദി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഷാൽ കണ്ടക്ട് ദ എലിജിബിലിറ്റി എക്സാമിനേഷൻ ഫോർ ദ കാൻഡിഡേറ്റ്സ് ആൻഡ് ഫർണിഷ് എ ലിസ്റ്റ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ടു ബി ഇൻ്റർവ്യൂഡ് by the committee of the society, board coming under the cooperative department, the circle cooperative union or the state cooperative union as the case may be, within a period of 3 months from the date of requisition by such a society, board or institution. The list so furnished shall not contain the mark secured by the candidates. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഇൻ്റർവ്യൂവിനുള്ള പട്ടിക ഈ എക്സാമിനേഷൻ ബോർഡ് റിട്ടൺ ടെസ്റ്റ് നടത്തി അതിൽ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ അതാത് സംഘങ്ങളിൽ ഇൻ്റർവ്യൂവിന് അതിൽ യോഗ്യത നേടിയിട്ടുള്ളവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ചെയ്യുന്ന മാതിരി തന്നെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് 3 മാസത്തിനകം പരീക്ഷ റിട്ടൺ ടെസ്റ്റ് നടത്തി 3 മാസത്തിനകം ഈ എക്സാമിനേഷൻ ബോർഡ് അത് പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലോട്ടുള്ള നിയമനം, സെൻട്രൽ കോപ്പറേറ്റീവ് യൂണിയനോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ബോർഡുകളിലോട്ട് ഇതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന എക്സാമിനേഷൻ ബോർഡ് ഷാൽ കണ്ടക്ട് ദ എലിജിബിലിറ്റി examination for the candidates and to furnish a list of eligible candidates to be interviewed by the committee of the society. Board coming under corporate department, CCU and SCU, as the case may be, within a period of 3 months from the date of requisition by such a society. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഇത് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ഉള്ള ഒരു ഇത് കിട്ടുമല്ലോ, കിട്ടി 3 മാസത്തിനകം ഈ റിട്ടൺ ടെസ്റ്റ് നടത്തി ഇൻ്റർവ്യൂവിന് യോഗ്യരായവരുടെ വിവരം സംഘത്തിൽ അറിയിക്കണം. പക്ഷേ യാതൊരു കാരണവശാലും മാർക്ക് ഓരോ ഉദ്യോഗാർത്ഥിക്കും കിട്ടിയ എഴുത്ത് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അത് രഹസ്യ സ്വഭാവമായിട്ടാണ് വെക്കുക. അത് സംഘത്തിനെ അറിയിക്കുന്നില്ല. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആഫ്റ്റർ ക്ലോസ് 2 ദ ഫോളോയിങ് ക്ലോസ് ഷാൽ ബി ആഡഡ്. പുതിയൊരു ക്ലോസ് അവിടെ വരികയാണ്. അതായത് നമുക്കിപ്പോൾ ക്ലോസ് 2
182ാമത്തെ റൂള് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് ക്ലോസ് 2-ൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ വിവരം കൂടെ നമ്മൾ പറയുക. ദി ഫോളോയിങ് ക്ലാസ് ഓഫ് സൊസൈറ്റീസ് society or societies may be exempted from the subsection 1 of section 80B of the Act by the registrar by considering the number of posts that can be sanctioned as per the staff pattern as per appendix 3 of these rules and by considering the financial capacity of the society. അത് ക്ലോസ് 2-ന് ശേഷം പുതുതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതുകൊണ്ട് ചേർക്കുകയാണ്. ക്ലോസ് ഇത്രയും വിശദമായിട്ട് അതിനകത്ത് നേരത്തെ ഇല്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്. The following class of societies or societies may be exempted from subsection 1 of section 80B. Section 80Bയിലെ സബ്സെക്ഷൻ 1 പ്രകാരം ഉള്ള സംഘങ്ങൾ, ആ സംഘങ്ങളിലേക്കുള്ള നിയമനത്തെ പറ്റിയാണ്. The registrar by considering the number of posts that can be sanctioned as per the staff pattern as per appendix 3 of these rules. ഈ റൂളിൻ്റെ appendix 3-ൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ഇനി പറയുന്ന സംഘങ്ങളിലേക്കുള്ള നിയമനം അത് എത്ര പോസ്റ്റ് വേണം അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുക. താഴെ പറയുന്ന സംഘങ്ങളിലെ നിയമന നടപടികളിൽ രജിസ്ട്രാറിൽ നിന്നും എക്സംഷൻ അല്ലെങ്കിൽ ഒഴിവ് വാങ്ങാവുന്നതാണ്. ഏതൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ പ്രൈമറി അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, primary agro-industrial societies, farming societies, primary producers cooperative societies, primary SCST cooperative societies, primary hospital cooperative societies, primary fisheries societies, primary labor contract cooperative societies, primary educational cooperative society, primary Vanida cooperative societies, educational cooperative societies, primary Vanida women cooperative societies, primary tourism cooperative societies, primary miscellaneous cooperative societies, primary multi-purpose cooperative societies. ഇത്രയും സംഘങ്ങളിലേക്കുള്ള നിയമന നടപടികളിൽ രജിസ്ട്രാറിൽ നിന്നും എക്സംഷൻ വാങ്ങാവുന്നതാണ്. Provided that such exemption shall not be granted to the societies having working capital or sales turnover of more than 2 crores and societies eligible for more than 5 posts as per the classification norms under appendix 3 of these rules. അപ്പോൾ അവിടെ ഒരു പ്രൊവിഷനും കൂടെ പറയുന്നുണ്ട്. ഈ എക്സംഷൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് ടേണോവറോ 2 കോടിയിൽ കൂടുതലുള്ള സംഘങ്ങൾക്ക് 5 പോസ്റ്റിൽ കൂടുതൽ 5 പോസ്റ്റ് ആസ് പെർ ദ ക്ലാസിഫിക്കേഷൻ നോംസ്. അപ്പൻഡിക്സ് 3-ലെ ക്ലാസിഫിക്കേഷൻ നോംസ് അനുസരിച്ച് 5 പോസ്റ്റിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഘങ്ങളിൽ
വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് ടേൺ ഓവറോ 2 കോടി രൂപയിൽ അധികരിക്കാൻ പാടില്ല. അതായത് പ്രൊവൈഡഡ് ദാറ്റ് സച്ച് എക്സംഷൻ ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ് ടു സൊസൈറ്റീസ്. അങ്ങനെയുള്ള സംഘങ്ങൾക്ക് കൊടുക്കത്തില്ല. എങ്ങനെ? വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് ടേൺ ഓവർ ഓഫ് മോർ ദാൻ 2 crores ആൻഡ് സൊസൈറ്റീസ് എലിജിബിൾ ഫോർ മോർ ദാൻ 5 posts as per the classification norms of under appendix 3 of these rules എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 182 4 182 ഒന്നാമത്തെ 182 4 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4.3 ഈ 4.3 പറഞ്ഞിരിക്കുന്നത് ഈ റിട്ടേൺ എക്സാമിനേഷൻ്റെ മാർക്കിനെ പറ്റിയാണ്. നിലവിലുള്ള ആ രീതി മാറി നമ്മൾ കണ്ടു. ഇനി വരുന്ന പരീക്ഷ മുതൽ പുതിയ രീതിയാണ്. അതെങ്ങനെയാണ്? ദി മാക്സിമം മാർക്സ് ഫോർ റിട്ടേൺ എക്സാമിനേഷൻ ക്ലോസ് 3 ഫോർ ദ ഫിഗേഴ്സ് 80 ദ ഫിഗേഴ്സ് 100 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതായത് മാക്സിമം മാർക്സ് ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ ഷാൽ ബി 100 ആൻഡ് ദോസ് ഹൂ സെക്യൂർ 40% ഓഫ് ദ മാർക്ക് ഷാൽ ബി എലിജിബിൾ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഇൻ്റർവ്യൂ. അപ്പോൾ എഴുത്ത് പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന എഴുത്ത് പരീക്ഷയ്ക്ക് 80 മാർക്കായിരുന്നു. ഇനി മുതൽ 100 മാർക്കിൻ്റെയാണ് ഓരോ ചോദ്യങ്ങൾ. 100 ചോദ്യങ്ങൾ, ഓരോന്നിനും ഓരോ മാർക്ക്. അങ്ങനെ മാക്സിമം മാർക്ക് 100ആണ്. അതിൽ 40% അതായത് 100 മാർക്കിൽ 40 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ ആ ഉദ്യോഗാർത്ഥി ഇൻ്റർവ്യൂ ലിസ്റ്റിൽ വരാൻ എലിജിബിളായിരിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൂടാതെ ക്ലോസ് 4 പറയുന്നുണ്ട്, ഇൻ ക്ലോസ് 4 ഫോർ ദ ഫിഗേഴ്സ് 15 ദ ഫിഗേഴ്സ് 20 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഇതുവരെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 15 ആയിരുന്നു. അതിന് മുതൽ 20 വർദ്ധിപ്പിച്ചു. in the provision in clause 4 for the figures 3 the figure 4 shall be substituted. അപ്പം എഴുത്ത് പരീക്ഷയ്ക്ക് 100 ഇൻ്റർവ്യൂവിന് 20. അതുപോലെ ഇൻ്റർവ്യൂവിൽ മിനിമം മാർക്ക് എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്താലുള്ള മാർക്ക് 3 ആയിരുന്നു. നമ്മൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടുമായിരുന്നു. അത് വർദ്ധിപ്പിച്ച് 4 ആക്കിയിട്ടുണ്ട്, 4 മാർക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയും ക്ലോസ് അടുത്ത പറഞ്ഞിരിക്കുന്നത് ക്ലോസ് 4A ആൻഡ് ദ എക്സ്പ്ലനേഷൻ ദെയർ ടു ഷാൽ ബി ഒമിറ്റഡ്. അതിനകത്ത് 182 പ്രൊവിഷോ 4 4A എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിശദീകരണമുണ്ട്, എക്സ്പ്ലനേഷനുണ്ട്. അത് 2 ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാൻഡിഡേറ്റ്സ് ഓഫ് ഹോം ഡിസ്ട്രിക്ട് ഷാൽ ബി അവാർഡഡ് 5 marks ഓവർ ആൻഡ് എബവ് ദ മാർക്സ് ഫോർ ഇൻ്റർവ്യൂ ആസ് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. അതായത് കാൻഡിഡേറ്റ്സ് ഉദ്യോഗാർത്ഥികൾ അതാത് ജില്ലയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഹോം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളവരാണെങ്കിൽ അവർക്ക് 5 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുമായിരുന്നു. അതെടുത്ത് കളഞ്ഞു. ഇനി ആ ഗ്രേസ് മാർക്ക് ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും നേരത്തെ ഉണ്ടായിരുന്നു. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ഐറ്റം കാൻഡിഡേറ്റ്സ് ഓഫ് ഹോം ഡിസ്ട്രിക്ട് മീൻസ് ദ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ദ ഡിസ്ട്രിക്ട് ഓർ ഡിസ്ട്രിക്ട് ടു വിച്ച് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി എക്സ്റ്റെൻസ്. അതാണ് ആ എക്സ്പ്ലനേഷൻ. അതും എടുത്ത് കളഞ്ഞു. ഇനി in clause 5 for the words 2 months and 2 weeks the words 1 month and 1 week shall respectively substituted. ഇനി ക്ലോസ് 5 പറഞ്ഞിരുന്നു ഓൺ റെസീറ്റ് ഓഫ് ദ ലിസ്റ്റ് ഫ്രം ദ എക്സാമിനേഷൻ ബോർഡിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദി കമ്മിറ്റി ഷാൽ കണ്ടക്ട് ഇൻ്റർവ്യൂ ഓഫ് ദ കാൻഡിഡേറ്റ്സ് വിതിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് റെസീറ്റ്. അത് കിട്ടിക്കഴിഞ്ഞ് ആ ഷോർട്ട് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനകം എന്നായിരുന്നു. അത് മാറ്റി 2 ആഴ്ചക്കകം എന്നാക്കി. CSEBയിൽ നിന്ന് പട്ടിക കിട്ടിയ തീയതി മുതൽ 2 മാസത്തിനകം ഇൻ്റർവ്യൂ നടത്തണം എന്നത് മാറ്റിയിട്ടുണ്ട്. അത്
1 മാസം എന്നാക്കി. 2 months എന്നുള്ളത് മാറ്റി 1 മാസം എന്നാക്കി. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് കിട്ടിയ മാർക്ക് അത് 2 ആഴ്ചക്കകം എക്സാമിനേഷൻ ബോർഡിനെ അറിയിച്ചിരിക്കണമെന്നായിരുന്നു. 2 weeks. അത് മാറ്റി 1 ആഴ്ചക്കകം 1 week എന്നാക്കി. അപ്പോൾ കുറച്ചും കൂടെ സ്പീഡപ്പ് ആവും കാര്യങ്ങൾ. നേരത്തെ 2 മാസത്തിന് ഇൻ്റർവ്യൂ നടത്തിയാൽ മതി എന്നുള്ളത് മാറ്റിയിട്ട് 2 months എന്നാണ്. അതിന് പകരം 2 weeks എന്നാക്കി, 2 ആഴ്ചക്കകം എന്നാക്കി. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയ മാർക്ക് 2 ആഴ്ചക്കകം എക്സാമിനേഷൻ ബോർഡിനെ അറിയിക്കണം എന്നായിരുന്നു. അത് 1 ആഴ്ചക്കകം, ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 ആഴ്ചക്കകം എന്നും ആക്കിയിട്ടുണ്ട്. ഇനി 182(6) ശേഷം സബ് റൂൾ 7 അത് താഴെ പറയുന്ന സംഭവം കൂടെ ചേർക്കണം. 182 ശേഷം 182(7) സബ് റൂൾ 7 എന്നാണ് പറയുക. 182(7) അത് പുതുതായിട്ട് ചേർക്കണം. 182 എന്ന് പറയുന്ന പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, 182(b) ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ടു ദ നമ്പർ ഓഫ് കോപ്പറേറ്റീവ് സർവീസ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സാമിനേഷൻ ബോർഡ്, അതൊക്കെയാണ് പറഞ്ഞിരുന്നത്. 182(c) മീറ്റിംഗ് ഓഫ് ദ ബോർഡ്, 182(d) ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 182(4) ശേഷം ആണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ സബ് റൂൾ 6, സബ് റൂൾ 6 ശേഷം, 6 4 റൂൾ 182 സബ് റൂൾ 6 ശേഷം ഒരു പുതിയ സബ് റൂള് വന്നിരിക്കുകയാണ്. സബ് റൂൾ 7, 182(7). അതായത് അതെന്താണ് നമുക്ക് നോക്കാം. 182(7) എന്ന് പറയുന്നത്, ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഷാൽ ബി സാറ്റിസ്ഫൈഡ് ആസ് ടു ദ ക്യാരക്ടർ ആൻഡ് antecedents of a person selected for appointment as per the above provisions. The appointing authority may appoint him temporarily, subject to the condition that his appointment shall be terminated without notice if he is not satisfied of his character and antecedents on subsequent verification, and that he shall be eligible for appointment in regular service in accordance with the rules only if his character and antecedents are found satisfactory on subsequent verification. അപ്പോൾ അത് നിയമനാധികാരി ഉദ്യോഗാർത്ഥിയെ നോട്ടീസ് കൂടാതെ തന്നെ പിരിച്ചുവിടാം എന്നാണ് പറയുന്നത്. അതാണ് പുതുതായിട്ട് ചേർത്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് കൺസോളിഡേറ്റഡ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, ദ എക്സാമിനേഷൻ ബോർഡ് ഷാൽ പ്രിപ്പയർ ദ റാങ്ക് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, പബ്ലിഷ് ദ സെയിം ഇൻ നോട്ടീസ് ബോർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം 7ാമതായിട്ട് പറയുന്നത്, ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഷാൽ ബി സാറ്റിസ്ഫൈഡ് ആസ് ടു ദ ക്യാരക്ടർ ആൻഡ് ആൻറ്റിസിഡൻസ് ഓഫ് എ പേഴ്സൺ സെലക്ടഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് പെർ ദ അബോവ് പ്രൊവിഷൻസ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ആ പ്രൊവിഷൻസ് അനുസരിച്ച് ഈ നിയമിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ക്യാരക്ടർ, സ്വഭാവം അത് വിലയിരുത്തണം. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി വിലയിരുത്തണം. ഇനി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി അതുകൊണ്ട് താൽക്കാലികമായിട്ടായിരിക്കും, ടെമ്പററി ആയിട്ടായിരിക്കും ഈ നിയമനം നടത്തുക ആദ്യം. സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് ഹിസ് അപ്പോയിൻമെൻറ്റ് ഷാൽ ബി ടെർമിനേറ്റഡ് വിത്തൗട്ട് നോട്ടീസ്. അപ്പോൾ നിയമനാധികാരിക്ക് ഉദ്യോഗാർത്ഥിയെ നോട്ടീസ് കൂടാതെ തന്നെ പിരിച്ചുവിടാമെന്ന വ്യവസ്ഥയോടെ താൽക്കാലികമായ നിയമനമാണ്
നടത്തേണ്ടത്. അതുകൂടാതെ ഒരു പുതിയ കാര്യം കൂടി ഇതിനകത്ത് വന്നിരിക്കുന്നത് പോലീസ് വെരിഫിക്കേഷൻ 6 മാസത്തിനകം നടത്തേണ്ടതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം പോലീസ് വെരിഫിക്കേഷൻ നടത്തും. ഇതിനുള്ള മാനദണ്ഡം രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്നതാണ്. അതനുസരിച്ച് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. The appointing authority shall obtain reports on the verification of character and antecedents through a police verification report, as in the manner as specified by the registrar. രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന ആ രീതിയിൽ അത് പോലീസ് വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ളതാണ്. ഇനി നമുക്ക് 185-ാമത്തെ റൂളിലുള്ള മാറ്റം കൂടെ നോക്കാം. എന്താണ് 185 എന്ന് പറയുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പ്രൊമോഷൻ സംബന്ധിച്ചാണ്. 184 എന്ന് പറയുന്ന റൂള് പ്രൊബേഷൻ, 185 എന്ന് പറയുന്ന റൂള് പ്രൊമോഷനാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തസ്തികയിലോട്ടുള്ള പ്രൊമോഷൻ. അതെങ്ങനെയാണ്, അതിനകത്തെ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഇൻ റൂൾ 185, ക്ലോസ് 1 ആൻഡ് ക്ലോസ് 2 ഓഫ് സബ് റൂൾ 2 ഷാൽ ബി ഒമിറ്റഡ്. അപ്പോൾ അതിനകത്ത് ആദ്യമേ ക്ലോസ് 1ഉം 2ഉം ഒഴിവാക്കിയിട്ടുണ്ട് 185-ൽ. അതായത് 185 സബ് റൂൾ 2-ൽ സബ് റൂൾ 2-ൽ 1ഉം 2ഉം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നിലവിൽ സബ് റൂൾ 2-ൽ പറഞ്ഞിരുന്നത് സബ്സ്റ്റാൻറ്റീവ് വേക്കൻസീസ് ഇൻ ദ ഫോളോയിങ് പോസ്റ്റ് ഷാൽ ബി ഫിൽഡ് അപ്പ് ബൈ പ്രൊമോഷൻ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇൻ ദ റേഷ്യോ 3:1. namely accounts officer in the Kerala State Cooperative Bank Limited, branch manager and equivalent post in District Cooperative Bank. അത് രണ്ടുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. 1ഉം 2ഉം ക്ലോസുകൾ ഒഴിവാക്കി. അതുപോലെ ഈ ക്ലോസ് 1-ൽ സബ് റൂൾ 3-ൽ പറഞ്ഞിട്ടുണ്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇൻ KSCB. അതുപോലെ തന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലോസ് 3-ൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ ക്ലോസ് 4-ൽ സബ് റൂൾ 4-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ജനറൽ മാനേജർ ഇൻ ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഡി എന്ന് പറയുന്ന ഒരു 185 ഡി എന്ന് പറയുന്ന ക്ലോസിൽ ഇൻ ദ ഫസ്റ്റ് പ്രൊവിഷോ ടു സബ് റൂൾ 5 ഫോർ ദ വേർഡ്സ് ഇൻ ദ ഫീഡർ കാറ്റഗറി ദ വേർഡ്സ് ഇൻ ഓൾ പോസ്റ്റ് ഓഫ് and above junior clerk cashier shall be substituted. അപ്പോൾ അതിനകത്ത് ജൂനിയർ ക്ലർക്കും അതിന് മുകളിലും ഉള്ളവർക്ക് 185-ൽ ഡി എന്ന് പറയുന്ന ക്ലോസിലാണ് പറയുക. അതിൽ ഇൻ ദി ഫസ്റ്റ് പ്രൊവിഷോ ടു സബ് റൂൾ 5, അതിന് സബ് റൂൾ 5-ൽ 185-ാമത്തെ റൂളിൽ സബ് റൂൾ 5-ൽ സബ് റൂൾ 5 എന്ന് പറയുന്നത് selection of candidates to the post to be filled up by promotion under sub rule 2 shall be made from the feeder category in accordance with the merit and ability to be assessed through a qualifying examination. അതിൽ ഫീഡർ കാറ്റഗറി എന്നുള്ളിടത്ത് ഇൻ ഓൾ പോസ്റ്റ് ഓഫ് ആൻഡ് എബോവ് ജൂനിയർ ക്ലർക്ക് കാഷ്യൽ ഷാൽ ബി ഇൻസർട്ടഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നുകൂടെ ഇതിന് പകരം ചേർത്തിട്ടുണ്ട്. Provided that all candidates, irrespective of the fact whether their probation has been declared or not, in all posts and above, junior clerk cashier shall be eligible to appear for the qualifying examination, even if they do not possess the prescribed minimum educational qualifications
ഫോർ ദ പ്രൊമോഷൻ ടെസ്റ്റ്. പ്രൊമോഷൻ ടെസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജൂനിയർ ക്ലർക്കിനും അതിന് മുകളിലും ഉള്ളവർക്ക് പ്രൊബേഷൻ പൂർത്തിയായില്ലെങ്കിലും, ഇപ്പോൾ പ്രൊബേഷൻ പൂർത്തിയായാലേ എലിജിബിലിറ്റി ടെസ്റ്റിന് അർഹതയുള്ളൂ. ഇപ്പോൾ പ്രൊബേഷൻ പൂർത്തിയായില്ലെങ്കിലും യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷന് പങ്കെടുക്കാം. നേരത്തെ അത് ഫീഡർ കാറ്റഗറി അനുസരിച്ച് പോഷക വിഭാഗത്തിലെ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊബേഷൻ പൂർത്തിയാകാത്തവർക്കും യോഗ്യതാ പരീക്ഷയിൽ പങ്കെടുക്കാം എന്നായിരുന്നു. അപ്പോൾ ആ ഫീഡർ കാറ്റഗറിയിൽ നിന്നുള്ള മാറ്റിയിട്ട് ഇൻ ഓൾ പോസ്റ്റ് ഓഫ് ആൻഡ് എബോവ് ജൂനിയർ ക്ലർക്ക് കാഷ്യർ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 185(8) ക്ലോസ് G അക്കൗണ്ട്സ് ഓഫീസർ എന്നായിരുന്നു. അത് അക്കൗണ്ട്സ് ഓഫീസർ ഇൻ ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, ബ്രാഞ്ച് മാനേജർ ഓർ ഈക്വലൻ്റ് പോസ്റ്റ് ഇൻ ദ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ബി ഒമിറ്റഡ്. അത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലോസ് 5 അത് രണ്ടും ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് 185 5 നമ്മൾ കണ്ടത്. 185(8) ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 185 സബ് റൂൾ 8 ക്ലോസ് G അതിൽ പറഞ്ഞിരിക്കുന്നത് 8 exemption from qualification other than cooperative training qualification should be obtained at the time of promotion to each cadre, which means ministerial cadre, supervisory cadre and chief executive, provided further that the substantive vacancies സബ് റൂൾ 10 കിടന്നു. 182 പറയുന്നു ദി ഫോളോയിങ് പ്രൊവിഷൻ ഷാൽ ബി ഇൻസർട്ടഡ്. 10 ഈ പ്രൊവിഷനും കൂടെ ഉൾപ്പെടുത്തണം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് സബ്സ്റ്റാൻറ്റീവ് വേക്കൻസീസ് ഇൻ ദ പോസ്റ്റ് ഓഫ് ദ ക്ലർക്ക് ഇൻ ദോസ് സൊസൈറ്റീസ് ഫാളിംഗ് അണ്ടർ ക്ലാസ് 2 to class 7 of Appendix 3 of this rule shall be filled up by the promotion and the direct recruitment in the ratio of 1:2, and promotion of candidate shall be made from the feeder category in accordance with the merit and ability to assessed through a qualifying examination conducted by the CSEB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ചേർത്തിരിക്കുകയാണ് 185(10) ആദ്യത്തെ പ്രൊവിഷന് ശേഷമായിട്ട് ആദ്യം അതിൽ പറയുന്നുണ്ട് provided that the above sub rule shall not be applicable to those employees who are in the sub-staff category as on 25th November 2014 as per feeder category sub rules approved by the registrar or joint registrar എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ക്ലാസ് 2 മുതൽ 7 വരെയുള്ള സംഘങ്ങളിൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ക്ലാസ് 2 to class 7 വരെയുള്ള സംഘങ്ങളിലെ ക്ലർക്ക് തസ്തികയിലേക്കുള്ള പ്രൊമോഷനും നേരിട്ടുള്ള നിയമനവും 1:2 എന്ന അനുപാതത്തിൽ ആയിരിക്കണം. ഒരാളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പേരെ നേരിട്ട് എടുക്കണം എന്നുള്ളതാണ്. പ്രൊമോഷൻ നടത്തുന്നത് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് എക്സാമിനേഷൻ ബോർഡ് തന്നെയാണ് നടത്തുന്നത്. ജോലിയുള്ളവർക്കുള്ള പ്രൊമോഷന് വേണ്ടിയുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻ യോഗ്യതാ നിർണ്ണയ പരീക്ഷ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇനി 185(A)ക്ക് ശേഷം പുതുതായിട്ട് 185(B) എന്താണത്? റിക്രൂട്ട്മെൻറ്റ് റൂൾസ് റിലേറ്റിംഗ് ടു സൊസൈറ്റീസ് ഇൻ ഷെഡ്യൂൾ 1 അതും കൂടെ വന്നിട്ടുണ്ട്. 185(A)ക്ക് ശേഷം 185(B)യിൽ ഷെഡ്യൂൾ 1 അനുസരിച്ചുള്ള സൊസൈറ്റികളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റൂൾസ്, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ചട്ടങ്ങൾ
പ്രത്യേകം റൂൾസ് അത് തയ്യാറാക്കണം, സർക്കാർ തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് മേ പ്രിപ്പയർ ആൻഡ് നോട്ടിഫൈ ദ റിക്രൂട്ട്മെൻറ്റ് റൂൾസ് ഓഫ് ദ സൊസൈറ്റീസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 3A ഓഫ് സെക്ഷൻ 80 ആൻഡ് ഇൻ ഷെഡ്യൂൾ 1 ഓഫ് ദ ആക്ട് ഫ്രം ടൈം ടു ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 1-ൽ, അതായത് അപ്പെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം, ഫെഡറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് PSC വഴി നടത്തുന്നതാണ്. അതിൻ്റെ റൂൾസ്, റിക്രൂട്ട്മെൻറ്റ് റൂൾസ്, അങ്ങനെയുള്ള സംഘങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റൂൾസ് ആര് നടത്തണം? ഗവൺമെൻറ് തയ്യാറാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സബ് റൂൾ 1 ഓഫ് റൂൾ 186, 186-ാമത്തെ റൂളിൽ സബ് റൂൾ 1-ൽ പറയുന്നു, ഇൻ ദി എൻട്രി അഗൻസ്റ്റ് ഐറ്റം IB for the words and symbol Chartered Accountants of India, the words bracket and symbol Chartered Accountants of India or Cost and Management Accountants CMA shall be substituted. അതായത് ക്വാളിഫിക്കേഷൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. റൂൾ 186 ക്വാളിഫിക്കേഷനാണ്. അതിൽ IB എന്ന് പറയുന്ന ഭാഗം, IBയിൽ എന്ന് പറയാൻ ഓൾ പോസ്റ്റ് ടു ബി ഫിൽഡ് അപ്പ് ബൈ ദ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അണ്ടർ സബ് റൂൾസ് 3 and 4 ഓഫ് റൂൾ 185. 185 ചട്ടത്തിലെ 3, 4 ഉപചട്ടങ്ങളനുസരിച്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിൽ അതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റന്മാരെയും മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എനി അതർ ഈക്വലിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ കൂടെ ഇതുവരെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നേ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് CMA ആണ്. അല്ലെ ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അതും കൂടെ ചേർക്കണം. പിന്നെ അതുകൂടെ ആഫ്റ്റർ ക്ലോസ് IB ദ ഫോളോയിങ് ക്ലോസ് ഷാൽ ബി ആഡഡ്. IBയിൽ പുതിയൊരു ക്ലോസും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് MCA BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടെ ചേർക്കണം. ഇതുവരെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് MCA BTech കമ്പ്യൂട്ടർ അത് പുതുതായിട്ട് വന്നിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ് വേണ്ടത്. അത് IC എന്ന് പറയുന്ന പുതുതായിട്ട് ചേർത്തിരിക്കുകയാണ്. IB വരെ ഇവിടെ ഉള്ളൂ. ICയിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. MCA ഓർ BTech, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ റൂൾ 187 എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്? റൂൾ 187 വേക്കൻസീസ് ഇൻ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റീസ്. സെൻട്രൽ സൊസൈറ്റികളിലും അപ്പെക്സ് സൊസൈറ്റികളിലുള്ള ഒഴിവുകളെ പറ്റിയാണ് ഈ 187-ാമത്തെ റൂൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്രൊവിഷ്യോ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊവിഷ്യോ ഒഴിവാക്കണം. അതുപോലെ റൂൾ 188A സബ് റൂൾ 2 ഷാൽ ബി omitted. എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയീസ് ഡൈയിങ് ഇൻ ഫാർമേഴ്സ്. ആശ്രിത നിയമനത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ അത് സബ് റൂള് 2 ഒഴിവാക്കിയിട്ടുണ്ട്. 188A സബ് റൂൾ 2 ഒഴിവാക്കിയിട്ടുണ്ട്. ആ സബ് റൂൾ 2 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശ്രിത നിയമനത്തിന് ദത്തുപുത്രനോ പുത്രിയോ ഉൾപ്പെടെ എന്നത് അത് ഒഴിവാക്കിയിട്ട് ഇതുവരെ എങ്ങനെയായിരുന്നു? ഇതുവരെ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഷാൽ നോട്ട് ഇൻക്ലൂഡ് അഡോപ്റ്റഡ് സൺ ആൻഡ് അഡോപ്റ്റഡ് ഡോട്ടേഴ്സ്. ദത്ത് പുത്രനോ പുത്രിയോ ഉൾപ്പെടില്ല എന്നായിരുന്നു. അത് ഒഴിവാക്കി, അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് ഈ സെക്ഷൻ 80-ൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. 188A എന്ന് പറയുന്ന ആശ്രിത നിയമനത്തെ സംബന്ധിക്കുന്ന വരെയാണ്.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ റൂൾസിൽ വന്നിട്ടുള്ള കാതലായ അമെൻഡ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഈ കഴിഞ്ഞ 13 വീഡിയോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക, പല പ്രാവശ്യം കേൾക്കുക. നിങ്ങൾക്ക് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വരുന്ന പരീക്ഷകൾക്കെല്ലാം ഇത് പല പ്രാവശ്യം കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ആക്ട് ആൻഡ് റൂൾസിൻ്റെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓരോ സെക്ഷൻ വൈസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 13 വീഡിയോ ആയിട്ട് റൂൾസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.